ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടി ചുമതലകളെ രാജിവെച്ച് മുൻ KPCC ട്രഷറർ KK കൊച്ചുമുഹമ്മദ്. ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കയ്യേറ്റ ശ്രമം രാജിക്ക് കാരണമായെന്ന് വിവരം. തൃശൂരിൽ LDFും UDFും തമ്മിലാണ് മത്സരമെന്ന് പ്രതാപൻ. തന്നെ ടാർഗറ്റ് ചെയ്യുന്ന സംഘപരിവാറിനെ തോൽപ്പിക്കാൻ നല്ല കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറാവണമെന്ന് പ്രതാപൻ. മരോട്ടിച്ചാൽ ചുള്ളിക്കാവിൽ കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കള്ളിപ്പറമ്പിൽ ലോനപ്പന്റെ 300-ലധികം നേന്ത്രവാടകൾ കാട്ടാനകൾ നശിപ്പിച്ചു. സമീപത്തെ തെങ്ങുകളും ആനകൾ കുത്തിമറിച്ചിട്ടു. നമസ്കാരം. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടി ചുമതലകളെ രാജിവെച്ച് മുൻ KPCC ട്രഷറർ KK കൊച്ചുമുഹമ്മദ്. ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിളിച്ച യോഗത്തിൽ KK കൊച്ചുമുഹമ്മദ് അനുകൂലികൾക്ക് നേരെ കയ്യേറ്റ ശ്രമവും ഉണ്ടായിരുന്നു. ഇതിൽ പരാതി നൽകിയെങ്കിലും നടപടി എടുത്തിരുന്നില്ല. ഇതും രാജിക്ക് കാരണമായെന്നാണ് വിവരം. മുൻ KPCC ട്രഷറർ KK കൊച്ചുമുഹമ്മദ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടി ഏൽപ്പിച്ച ചുമതലകൾ രാജിവെച്ചു. അവണിശ്ശേരി മണ്ഡലത്തിന്റെ ചുമതലക്കാരനായിരുന്നു KK കൊച്ചുമുഹമ്മദ്. DCC പ്രസിഡന്റുമായുള്ള അസ്വാരസ്യങ്ങളെ തുടർന്നാണ് രാജി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തന ശൈലി സത്യസന്ധമല്ലെന്നാണ് ഉയർന്ന വിമർശനം. ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിളിച്ച യോഗത്തിൽ KK കൊച്ചുമുഹമ്മദ് അനുകൂലികൾക്ക് നേരെ കയ്യേറ്റ ശ്രമവും ഉണ്ടായിരുന്നു. ഇതിൽ പരാതി നൽകിയെങ്കിലും നടപടി എടുത്തിരുന്നില്ല. ഇത് രാജിക്ക് കാരണമായെന്നാണ് വിവരം. മീഡിയ ടൈം, തൃശൂർ. വീണ്ടും പ്രതാപന്റെ മറക്കം മറിച്ചിൽ. തൃശൂരിൽ LDFും UDFും തമ്മിലും ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിയും BJPയും തമ്മിലുമാണ് മത്സരമെന്നാണ് പ്രതാപൻ ഇപ്പോൾ മാറ്റി പറഞ്ഞിരിക്കുന്നത്. നേരത്തെ BJPയും UDFുമാണ് മത്സരത്തിൽ എന്ന് പറഞ്ഞത് കടുത്ത വിമർശനം നേരിട്ടിരുന്നു. തന്നെ ടാർഗറ്റ് ചെയ്യുന്ന സംഘപരിവാറിനെ തോൽപ്പിക്കാൻ നല്ല കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറാവണമെന്നാണ് ഇപ്പോൾ പ്രതാപൻ പറയുന്നത്. തൃശ്ശൂർ മാത്രമല്ല, കേരളത്തിൽ നമുക്ക് അനുവദിക്കാൻ പാടില്ല. അതിന് ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ വരികയും വേണം. തൃശ്ശൂരിൽ RSSന്റെ BJPയുടെ സംഘപരിവാറിന്റെ ഒന്നാമത്തെ ശത്രു ആരാണെന്ന് അഞ്ജുരാജ് പറയട്ടെ. ഡൽഹിയിലെ പാർലമെന്റിലെ ഏഷ്യാനെറ്റിന്റെ പാർലമെന്റിൽ വന്ന് റിപ്പോർട്ട് ചെയ്ത നമ്മുടെ പ്രശാന്ത് ഉൾപ്പെടെ രഘുവംശത്തെ ഉൾപ്പെടെ ചോദിച്ചിട്ട് പറയാ, അഞ്ജുരാജ് പറയട്ടെ, RSSന്റെ BJPയുടെയും സംഘപരിവാറിന്റെ ഒന്നാം നമ്പർ ശത്രു ആരാണ്? ആ ശത്രു ആരാണെങ്കിൽ ആ ശത്രുവിനെ സംരക്ഷിക്കേണ്ട ചുമതല ഇവിടുത്തെ നല്ല കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട്. BJPയും RSSും സംഘപരിവാർ ശക്തികൾ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന ടാർഗറ്റ് ചെയ്ത ആളുകളെ സംരക്ഷിക്കേണ്ട ചുമതല മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട്. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്നവരാ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും വർഗീയ ശത്രുക്കളെ കോംപ്രമൈസ് ചെയ്യില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഗീയതക്കെതിരെ പോരാടുന്നവരാ. അതുകൊണ്ട് വർഗീയതക്കെതിരെ പോരാടുകയും വർഗീയ ശത്രുക്കളുടെ ഏറ്റവും വലിയ എനിമി ആരാണോ, അവരാരാണോ ടാർഗറ്റ് ചെയ്യുന്നത്, അവരെ പിന്തുണയ്ക്കാൻ തൃശ്ശൂരിലെ കമ്മ്യൂണിസ്റ്റ് മനസ്സുള്ള നല്ല ആളുകൾ ഉണ്ടാകുന്നു. കേരള രാഷ്ട്രീയം DA കുടിശ്ശികടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ സംഘടനകളുടെ കീഴിലുള്ള സർക്കാർ ജീവനക്കാരുടെ പണിമുടക്ക് ആരംഭിച്ചു. സമരത്തിൽ പങ്കെടുക്കുന്ന ജീവനക്കാർ പ്രകടനം നടത്തി. UDF അനുകൂല സർവീസ് സംഘടനകളും BJP അനുകൂല സംഘടന ഫെറ്റോയും ഉൾപ്പെടെയുള്ളവരാണ് പണിമുടക്കുന്നത്. അടിയന്തര സാഹചര്യത്തിലല്ലാത്ത അവധികൾ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയ സർക്കാർ സമരം നേരിടാൻ ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആനുകൂല്യങ്ങൾക്ക് ആരും എതിരല്ലെന്നും പ്രതിപക്ഷം പിന്തുണ നൽകുന്നത് അനാവശ്യ സമരത്തിനാണെന്നുമാണ് സർക്കാർ നിലപാട്. കൊടുങ്ങല്ലൂരിൽ ജീവനക്കാർ പണിമുടക്കി പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനത്തിന് ശേഷം നടന്ന പ്രതിഷേധ യോഗം KGOU സംസ്ഥാന ജനറൽ സെക്രട്ടറി VM ഷൈൻ ഉദ്ഘാടനം ചെയ്തു. NGO അസോസിയേഷൻ ബ്രാഞ്ച് പ്രസിഡന്റ് രഞ്ജിത്ത് P. ഗോപാൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു, SCU സംസ്ഥാന കമ്മിറ്റി അംഗം അബ്ദുള്ള കൊച്ചിക്കാരൻ, KPSTA സംസ്ഥാന കമ്മിറ്റി അംഗം ദാമു CJ, KGOU സെക്രട്ടേറിയറ്റ് അംഗം VK മണി, NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KH രാജേഷ്, NGO അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി നവാസ് എന്നിവർ സംസാരിച്ചു. സെറ്റോ നേതാക്കളായ TV മുരുകൻ, മുരളി TK, TK റോയി, PM ദിനേശൻ, രാധാകൃഷ്ണൻ, മനോജ്, VG രാജേശ്വരി, NK ആന്റണി, അൻസാർ, മിനിമോൾ PM, അൻസിൽ, സിനിൽ ജെയിംസ് പെരേര തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.
മരോട്ടിച്ചാൽ ചുള്ളിക്കാവിൽ കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കള്ളിപ്പറമ്പിൽ ഓനപ്പന്റെ 300-ലധികം നേന്ത്രവാഴകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. സമീപത്തെ തെങ്ങുകളും ആനകൾ കുത്തിമറിച്ചിട്ടു. ലോനപ്പൻ കൃഷി ചെയ്തിരുന്ന 6 മാസം പ്രായം വരുന്ന തേനീനത്തിൽപ്പെട്ട 300-ൽ പരം നേന്ത്രവാഴകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. കഴിഞ്ഞ വർഷവും ലോനപ്പന്റെ 1800 വാഴകൾ കാട്ടാനകൾ നശിപ്പിച്ചിരുന്നു. വന്യമൃഗശല്യം തടയാൻ സമീപത്ത് തന്നെ വൈദ്യുതി വേലിയുണ്ടെങ്കിലും അത് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ ആനശല്യത്തിൽ നിന്നും രക്ഷ നേടാൻ പടക്കം പൊട്ടിക്കൽ മാത്രമാണ് പോംവഴിയെന്ന് കർഷകർ പറഞ്ഞു. മീഡിയ ടൈം, വരന്തരപ്പള്ളി. എല്ലാ പർച്ചേസിനും ഉറപ്പായി സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് കോണത്തുകുന്നിൽ മൂപ്പൻസ് ഡിജിറ്റൽ ഹബ് മൊബൈൽ ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ബ്രാൻഡുകളുടെ ഒറിജിനൽ ആക്സസറീസ് മൂപ്പൻ ഡിജിറ്റൽ ഹബിൽ ലഭ്യമാണ്. ഓരോ പർച്ചേസുകൾക്കും സമ്മാന പെരുമഴയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കോണത്തുകുന്ന് തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം MS മേനോൻ ബിൽഡിംഗിൽ ആരംഭിച്ച മൂപ്പൻസ് ഡിജിറ്റൽ ഹബ് എന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മാനേജിംഗ് ഡയറക്ടർ ബഷീർ മൂപ്പൻ നിർവഹിച്ചു. ഫെബ്രുവരി 15 വരെ പർച്ചേസ് ചെയ്യുന്ന 2 ഭാഗ്യശാലികൾക്ക് സ്മാർട്ട് ഫോൺ സമ്മാനം. 6000 മുതൽ 15000 വരെ ഉള്ള സ്മാർട്ട് ഫോൺ പർച്ചേസുകൾക്ക് അക്സസറീസ്, സ്ക്രീൻ ഗാർഡ്, ഇയർഫോൺ എന്നിവയും 15000 മുതൽ 20000 രൂപ വരെയുള്ള സ്മാർട്ട് ഫോൺ പർച്ചേസുകൾക്ക് സ്ക്രീൻ ഗാർഡ്, ബ്ലൂടൂത്ത്, നെക്ക് ബാൻഡ്, 20000 രൂപ മുതലുള്ള പർച്ചേസുകൾക്ക് 10000 mAh പവർ ബാങ്ക് ആൻഡ് സ്ക്രീൻ ഗാർഡ് എന്നിവയും ഫ്രീ ആയി നൽകും. കമ്പ്യൂട്ടർ ആക്സസറീസ്, സ്റ്റൈലിഷ് വാച്ചുകൾ എന്നിവയും മൂപ്പൻസ് ഡിജിറ്റൽ ഹബിൽ ലഭ്യമാണ്. വാർഡ് മെമ്പർ കൃഷ്ണകുമാർ, വ്യാപാരി വ്യവസായി ജില്ലാ സെക്രട്ടറി നജാബ്, ബസ് ഓണേഴ്സ് ജില്ലാ പ്രസിഡന്റ് MS പ്രേംകുമാർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ ടൈം. മാളയിൽ M12 മൊബൈൽ ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ പർച്ചേസുകൾക്കും സമ്മാനങ്ങൾ നൽകി. എല്ലാ കമ്പനികളുടെയും മാളയിലെ അംഗീകൃത മൾട്ടി ബ്രാൻഡ് ഷോറൂമാണ് M12 മൊബൈൽ ഷോപ്പ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി NR വിനോദ് കുമാർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ചടങ്ങിൽ മാള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. മാള ബ്ലോക്ക് മെമ്പർ AA അഷ്റഫ്, മാനേജ്മെന്റ് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ പർച്ചേസുകൾക്കും സമ്മാനങ്ങൾ നൽകി.
എല്ലാ സ്മാർട്ട് ഫോണുകൾക്കും പലിശരഹിത ലോൺ മേള, കൂടാതെ എല്ലാ മൊബൈൽ ആക്സസറീസുകൾക്കും 10% മുതൽ 50% വരെ ഡിസ്കൗണ്ട്. പഴയതോ പ്രവർത്തനരഹിതമോ ആയ ഫോണുകൾക്ക് എക്സ്ചേഞ്ച് സൗകര്യം. എല്ലാ കമ്പനികളുടെയും മാളയിലെ അംഗീകൃത മൾട്ടി ബ്രാൻഡ് ഷോറൂം. ബ്രാഞ്ചുകൾ കൊടുങ്ങല്ലൂർ, 3 പീടിക, തൃശൂർ. ഇനി നാട്ടിൽ നടന്നത്. കണ്ണൂരിൽ പള്ളിയിലേക്ക് പോവുകയായിരുന്ന മാള സ്വദേശിനിയായ സന്യാസിനി സ്വകാര്യ ബസ്സിടിച്ചു മരിച്ചു. പൂവം സെന്റ് മേരീസ് കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ സൗമ്യയാണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ കോൺവെന്റിന് സമീപത്തെ ലിറ്റിൽ ഫ്ലവർ പള്ളിയിലേക്ക് പോകവേ ആലങ്കോട് നിന്നും തളിപ്പറമ്പിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. തൃശൂർ പൂവത്തൂരിൽ വാഹനാപകടത്തിൽ വിദ്യാർത്ഥിനി മരിച്ചു. തൃശൂർ പൂവത്തൂർ കാട്ടേരി വെട്ടിയാറ മധു അഭിമന്യുവിന്റെ മകൾ ദേവപ്രിയയാണ് മരിച്ചത്. പൂവത്തൂർ സുബ്രഹ്മണ്യ ക്ഷേത്ര പരിസരത്ത് വെച്ച് ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. ഗുരുവായൂർ LF കോളേജിലെ 1ാം വർഷ BCA വിദ്യാർത്ഥിയായിരുന്നു ദേവപ്രിയ. കൊടകര തേശ്ശേരിയിൽ കുലച്ച നേന്ത്രവാഴകൾ വെട്ടിനശിപ്പിച്ചു. തേശ്ശേരി പന്തല്ലൂക്കാരൻ ജോർജിന്റെ കൃഷിയിടത്തിൽ 40ഓളം വാഴകളാണ് കഴിഞ്ഞ രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ വെട്ടിനശിപ്പിച്ചത്. 22 കൊല്ലമായി വാഴയും കൊള്ളിയും കൂർക്കയുമെല്ലാം മാറി മാറി കൃഷി ചെയ്യുന്ന സ്ഥലമാണിത്. കൊടകര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. തൃശൂർ മെഡിക്കൽ കോളേജിൽ സ്കാനിങ്ങിനെത്തിയ രോഗിയുടെ മാല മോഷ്ടിച്ച 2 സ്ത്രീകൾ പിടിയിൽ. പൈങ്കുളം സ്വദേശിയുടെ 2 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് മോഷണം പോയത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തമിഴ്നാട് സ്വദേശിനികളായ ശിവകാമി, റോജ എന്നിവരെ പിടികൂടി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ A ബ്ലോക്കിലെ സ്കാനിംഗ് ബില്ലടയ്ക്കാൻ നിന്ന സമയത്താണ് പൈങ്കുളം സ്വദേശിനിയുടെ മാല മോഷണം പോയത്. കൊടുങ്ങല്ലൂരിൽ മജിസ്ട്രേറ്റ് ചമഞ്ഞ് കബളിപ്പിച്ച കേസിലെ പ്രതിയെ കോടതി വെറുതെ വിട്ടു. പാലക്കാട് നെന്മാറ പോത്തുണ്ടി കൊയപ്പാട്ട് കിഷോറിനെയാണ് കൊടുങ്ങല്ലൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് KN ആശ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടത്. കൊടുങ്ങല്ലൂർ ലോകമലേശ്വരം അറക്കത്താഴത്ത് വാടകയ്ക്ക് താമസിക്കുന്നതിനിടയിൽ 2015 ഫെബ്രുവരി 10 കൊടുങ്ങല്ലൂർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. മജിസ്ട്രേറ്റാണെന്ന വ്യാജേന ഇയാൾ മറ്റുള്ളവരെ കബളിപ്പിച്ചുവെന്ന് ആയിരുന്നു കേസ്. എന്നാൽ പ്രോസിക്യൂഷന്റെ വാദം തെറ്റാണെന്ന് കോടതി വിലയിരുത്തി. പ്രതിഭാഗത്തിനു വേണ്ടി അഡ്വക്കേറ്റ് KR ഷീജ ഹാജരായി. മാള സെന്റ് സ്റ്റനിസ്ലാവോസ് ഫൊറോന ദേവാലയത്തിൽ പരിശുദ്ധ കനികാമറിയത്തിന്റെ ദർശന തിരുനാളിനും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അമ്പു തിരുനാളിനും കൊടിയേറി. ദേവാലയ വികാരി ഫാദർ ജോർജ് പാറേമാൻ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് സാൽവേലുദ്ദീൻ, വിശുദ്ധ കുർബാന എന്നിവ നടന്നു. ജനുവരി 27 അമ്പു തിരുനാൾ ആഘോഷിക്കും. തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ, വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ്, അമ്പ് പള്ളിയിൽ സമാപന ചടങ്ങുകൾ എന്നിവ നടക്കും. തിരുനാൾ ദിനമായി 28 നടക്കുന്ന ആഘോഷമായി തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഷാജി തെക്കേക്കര കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് പ്രദക്ഷിണം നടക്കും. 29 ടൗൺ അമ്പ് ആഘോഷിക്കും. കുഴൂർ തെക്കൻ താണിശ്ശേരി ദേവാലയത്തിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാളിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അമ്പ് ഗ്രാമം സമാപിച്ചു. സമാപന സമ്മേളനം ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വിൽസൺ കണ്ടംകുളത്തി അധ്യക്ഷത വഹിച്ചു. മുൻ MLA തോമസ് ഉണ്ണിയാടൻ മുഖ്യാതിഥിയായിരുന്നു. വാർഡ് മെമ്പർ PK ബിജു, ഫെബിൻ തറ്റേൽ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കരിനിയമമായ ഹിറ്റ് ആൻഡ് റൺ എന്ന പുതിയ നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോഴ്സ് യൂണിയൻ CITU മാള ഏരിയ കമ്മിറ്റി മാള പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. ജില്ലാ സെക്രട്ടറി PK പുഷ്കരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ബഷീർ തെക്കത്ത് അധ്യക്ഷനായി. മാള ഏരിയ സെക്രട്ടറി ഷാജി അറ്റാശ്ശേരി, സംസ്ഥാന കമ്മിറ്റി അംഗം AM ജനാർദ്ദനൻ, PV ഷിഗിൽ എന്നിവർ സംസാരിച്ചു.
ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയുമായ ഗുലാം നബി ആസാദ് കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് സന്ദർശിച്ചു. ചേരമാൻ ജുമാ മസ്ജിദ് ഇമാം ഡോക്ടർ സലീം നദ്വി, മഹൽ സെക്രട്ടറി അബ്ദുൽ ഖയ്യൂം, ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് റഷീദ്, അബ്ദുൽ കരീം, കമ്മിറ്റി അംഗങ്ങളായ ഹൈദർ, സിദ്ദി ഉസൈൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ റഷീദ് എന്നിവർ ഗുലാം നബി ആസാദിനെ സ്വീകരിച്ചു. മാള-നെയ്തക്കുഴി ശ്രീ കണ്ണംകുളങ്ങര ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയും അനന്തപൂജ മഹോത്സവവും ആഘോഷിച്ചു. വൈകിട്ട് കുന്നത്തുകാട്, ചുങ്കം പ്രദേശങ്ങളിൽ നിന്നും താലമെഴുന്നള്ളിപ്പ്, ദീപാരാധന, വാദ്യമേളങ്ങളോടെ തെക്കേ ആലുങ്ങളിലേക്ക് ദേവിയെ എഴുന്നള്ളിക്കൽ തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. കാരൂർ സെന്റ് മേരീസ് റോസറി ദേവാലയത്തിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അമ്പുതിരുനാളിന് കൊടിയേറി. ദേവാലയ വികാരി ഫ്രാൻസിസ് കൊടിയൻ കൊടിയേറ്റ് നിർവഹിച്ചു. തുടർന്ന് വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവ നടന്നു. കൽപ്പറമ്പ് ദേവാലയ വികാരി ഫാദർ ഡേവിസ് കുടിയിരിക്കൽ കാർമ്മികത്വം വഹിച്ചു. നാളെ രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ, വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ്, അമ്പ് പ്രദക്ഷിണ സമാപനം എന്നിവ നടക്കും. തിരുനാൾ ദിനമായി 26 നടക്കുന്ന ആഘോഷമായി തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ മെൽവിൻ പെരേപ്പാടൻ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് പ്രദക്ഷിണമുണ്ടാകും. മേത്തല കണ്ടംകുളം വളർക്കോടി ശ്രീ ഭുവനേശ്വരി കുടുംബക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം വിവിധ ചടങ്ങുകളോടെ നടന്നു. ക്ഷേത്രം തന്ത്രി പാണ്ഡികശാലയ്ക്കൽ സുമേഷ് ചാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി ആചാര്യവരണം, താരം വരവ്, പൂമൂടൽ, മഹാ അന്നദാനം, ദീപാരാധന എന്നിവ നടന്നു. പ്രസിഡന്റ് മധു വളർക്കോടി, സെക്രട്ടറി ശരത് വളർക്കോടി എന്നിവർ നേതൃത്വം നൽകി. കൊടകര പുത്തൂക്കാവ് ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി. മണ്ഡപത്തിൽ കളഭം, പഞ്ചഗവ്യം, പൂജകൾ, അഷ്ടാഭിഷേകം തുടങ്ങിയ വിവിധ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം എഴുന്നള്ളിപ്പ്, പഞ്ചാരിമേളം, പഞ്ചവാദ്യം, പാണ്ടിമേളം എന്നിവ നടന്നു. മേളത്തിന് പെരുവനം സതീശൻ മാരാർ, കുനിശ്ശേരി അനിയൻ മാരാർ എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടി ചുമതലകളെ രാജിവെച്ച് മുൻ KPCC ട്രഷറർ KK കൊച്ചുമുഹമ്മദ്. ചെയർപേഴ്സൺ സഹകരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കയ്യേറ്റ ശ്രമം രാജിക്ക് കാരണമായെന്ന് വിവരം. തൃശൂരിൽ LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരമെന്ന് പ്രതാപൻ. തന്നെ ടാർഗറ്റ് ചെയ്യുന്ന സംഘപരിവാറിനെ തോൽപ്പിക്കാൻ നല്ല കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറാവണമെന്ന് പ്രതാപൻ. മരോട്ടിച്ചാൽ ചുള്ളിക്കാവിൽ കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കള്ളിപ്പറമ്പിൽ ലോനപ്പന്റെ 300-ലധികം നേന്ത്രവാഴകൾ കാട്ടാനകൾ നശിപ്പിച്ചു. സമീപത്തെ തെങ്ങുകളും ആനകൾ കുത്തിമറിച്ചിട്ടു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.